അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ളവരെ, സുഹൃതങ്ങൾ പെയ്തിറങ്ങുന്ന നല്ലൊരു റമദാൻ നിങ്ങൾക്ക് ആശംസിക്കുന്നു. ഞാനിന്ന് നോമ്പിൻ്റെ ഫർളുകളും സുന്നത്തുകളും എന്ന വിഷയത്തെ അധികരിച്ച് അല്പകാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ വിഷയം പറയാൻ നമ്മുടെ സമയം അപര്യാപ്തമാണെങ്കിലും പ്രിയരെ, ഹിജ്റ 2-ാം കൊല്ലം ഷഅബാനിലാണ് നോമ്പ് നിർബന്ധമാക്കിയത് നമുക്കറിയാം. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഖുർആൻ പറയുന്നു. സൗം എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ അൽ ഇംസാഖു അനിൽ മുഫത്തിറാത്ത്, നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കൽ, പിടിച്ചു നിൽക്കൽ, മാറി നിൽക്കൽ എന്നാണ്. നോമ്പിൻ്റെ ഫർളുകളിൽ പ്രധാനപ്പെട്ടതും അത് തന്നെയാണ്. നോമ്പിന് 2 ഫർളുകളാണുള്ളത്. ഒന്ന് നെയ്യത്ത്. നെയ്യത്തിൽ 2 കാര്യങ്ങൾ നിർബന്ധമാണ്. ഒന്ന് തബയ്യീത്ത്, രാത്രി നെയ്യത്ത് ചെയ്യണം. റമദാനിലെ ഓരോ ദിവസത്തെ നോമ്പിനും തലേ രാത്രി നിയ്യത്ത് ചെയ്തിരിക്കണം. റമദാനിൻ്റെ തുടക്കത്തിൽ ഞാൻ 30 ദിവസത്തെ നോമ്പും നോൽക്കാൻ കരുതി എന്ന് കരുതിയാൽ മതിയാവുകയില്ല, ശരിയാവില്ല. മറ്റു ചില മദ്ഹബുകളിൽ അങ്ങനെ പറയാൻ പറ്റുമെങ്കിലും നാം ഷാഫിഈ മദ്ഹബുകാരാണ്. ഷാഫിഈ മദ്ഹബ് തഖ്ലീദ് ചെയ്തവരാകയാൽ നാം ഓരോ ദിവസവും രാത്രി നിയ്യത്ത് ചെയ്തിരിക്കണം. അതുപോലെ നിയ്യത്തിൽ തഅയീൻ അഥവാ കൃത്യമായി ക്ലിപ്തമായി നമ്മൾ പറഞ്ഞിരിക്കണം, ഇത് ഫർളാണ്. അതുപോലെ ഏത് നോമ്പാണ് എന്ന് നമ്മൾ പറഞ്ഞിരിക്കണം, അല്ലെങ്കിൽ കരുതിയിരിക്കണം. ഹൃദയത്തിൽ കരുതലാണ് നിർബന്ധം, നാവ് കൊണ്ട് ഉച്ചരിക്കൽ സുന്നത്ത് മാത്രമാണ്. അപ്പോൾ ഫർളായ നോമ്പിനെ ഫർളാണ് എന്ന് നമ്മൾ കരുതണം. പൂർണ്ണമായ നിയ്യത്ത് നവൈത്തു സൗമ ഗദിൻ അൻ അദാഇ ഫർളി റമദാനി ഹാദിഹി സനതി ലില്ലാഹി തആല, ഈ കൊല്ലത്തെ റമദാൻ മാസത്തിലെ അദായ ഫർളായ നാളത്തെ നോമ്പിനെ അല്ലാഹു തആലാക്ക് വേണ്ടി നോറ്റുവിട്ടുവാൻ ഞാൻ കരുതി എന്നാണ്. 2ാമത്തെ ഫർളിനെ കുറിച്ച് നാം പറഞ്ഞു. നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് പിടിച്ചു നിൽക്കലാണ്. ഭക്ഷണം, വെള്ളം, ഭാര്യ ഭർത്തൃബന്ധം തുടങ്ങി നോമ്പിനെ മുറിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കണം. നോമ്പിന് ഒത്തിരി സുന്നത്തുകളുണ്ട്. അത്താഴം മുതൽ തുടങ്ങുന്നു നോമ്പിൻ്റെ സുന്നത്ത്. അത്താഴം കഴിക്കൽ സുന്നത്താണ്. അത്താഴം രാത്രി പകുതിയായതിനു ശേഷത്തേക്ക് പിന്നിക്കൽ സുന്നത്താണ്. അതൊരു മുറുക്ക് വെള്ളം കുടിച്ചിട്ടാണെങ്കിലും ഒരു കാരക്ക തിന്നാണെങ്കിൽ പോലും അത്താഴത്തിൻ്റെ കൂലി കിട്ടും. നോമ്പിന് ശക്തി കിട്ടുക എന്നതിന് പുറമെ ജൂത ക്രിസ്ത്യാനികളോട് എതിരാവുക എന്ന ഉദ്ദേശം കൂടി ഈ അത്താഴത്തിലുണ്ട്. അത്താഴ സമയത്ത് സുഗന്ധം പൂശലും സുന്നത്താണ്. അതുപോലെ നോമ്പ് തുറക്കുന്നത് വേഗത്തിലാക്കൽ സുന്നത്താണ്. സൂര്യൻ അസ്തമിച്ച ഉടനെ, മഗ്രിബ് ബാങ്ക് കൊടുത്ത ഉടനെ തന്നെ നോമ്പ് തുറക്കണം. സ്വതക്ക ചെയ്യുക, കുടുംബത്തോട് വിശാലത ചെയ്യുക, നോമ്പ് തുറപ്പിക്കുക, ഖുർആൻ പാരായണം അധികരിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ വളരെയേറെ സുന്നത്തുള്ള കൂലി കിട്ടുന്ന കാര്യങ്ങളാണ്. ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമദാൻ. ആയതിനാൽ ഖുർആൻ പാരായണം കൊണ്ട് റമദാനിലെ രാപ്പകലുകൾ ധന്യമാക്കണം. പകലിൽ ഖുർആൻ ഓതാൻ പറ്റിയ ഏറ്റവും നല്ല സമയം സുബ്ഹി നിസ്കരിച്ച ശേഷമാണ്. രാത്രി അത്താഴ സമയത്തും ഇശാ മഗ്രിബിൻ്റെ ഇടയിലുമാണ്. റമദാനിൽ പ്രത്യേകിച്ചും അവസാന 10 ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ് എഅ്തികാഫ് ഇരിക്കുക എന്നുള്ളത്. നാം നമ്മുടെ കുടുംബവും പെരുന്നാൾ ഷോപ്പിങ്ങും മറ്റുമായി മാർക്കറ്റിൽ തിക്കിത്തിരക്കുന്ന ആ അവസാന 10ലാണ് ഏറ്റവും കൂടുതൽ പുണ്യങ്ങൾ പെയ്തിറങ്ങുന്നത്. റമദാനിലെ മറ്റൊരു പ്രത്യേകതയാണ് തറാവിഹി നിസ്കാരം. ഏറെ സുന്നത്തുള്ള കാര്യമാണ്. ഖിയാമുൽ ലൈൽ എന്നും പേര് പറയും ആ നിസ്കാരത്തിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുകയും സ്വഹാബത്തിനെ നിസ്കരിക്കാനും പ്രേരിപ്പിക്കുകയും ചെയ്തിരുന്നു എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച നിസ്കാരത്തിൻ്റെ എണ്ണം കൃത്യമായി ഉദ്ധരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലത്ത് നടപ്പിൽ വരുത്തിയ തറാവീഹ് ജമാഅത്ത് 20 റക്അത്തായിട്ടായിരുന്നു.
അതിന് സ്വഹാബത്ത് ആരും എതിർക്കാതിരുന്നതിനാൽ ആ തറാവീഹ് 20 റക്അത്താണെന്ന് സുകൂത്തിയായ ഇജ്മാഇൻ്റെ സ്ഥാനത്താണ്. മാത്രമല്ല റക്അത്തിൻ്റെ എണ്ണം മുതലായ കാര്യങ്ങൾ ഇജ്തിഹാദ് കൊണ്ട് തീരുമാനിക്കാൻ പറ്റാത്തതാണ്. അത്തരം കാര്യങ്ങൾ സ്വഹാബത്ത് പ്രവർത്തിക്കുകയോ പറയുകയോ ചെയ്താൽ അതിന് മർഫൂഇൻ്റെ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ വിധിയാണ്. റമദാനിലെ രാപ്പകലുകൾ ആരാധനകളാൽ ധന്യമാക്കാനും ഫർളുകൾ കൃത്യമായി പാലിച്ചും സുന്നത്തുകൾ ഗൗരവമായി ഗൗനിച്ചും നോമ്പെടുക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി